ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് സുതാര്യതയ്ക്ക് വേണ്ടിയും അഴിമതി ഒഴിവാക്കാൻ വേണ്ടിയുമുള്ള ഒരു ബില്ലായിട്ടാണ് സർക്കാർ അതിനെ കൊണ്ടുവരുന്നത്, സർക്കാർ അതിനെ വിശദീകരിക്കുന്നത്. ഇതിലുള്ള പ്രശ്നം 3 പ്രശ്നമുണ്ട്, ഇതിൽ അല്ലെങ്കിൽ 4 പ്രശ്നമുണ്ട്. ആദ്യത്തെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലോ അതിൻ്റെ ഇടപാടുകളിലോ സർക്കാർ ഇടപെട്ട് മറ്റു മതത്തിലുള്ളവർ ഉൾപ്പെടുത്താറില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ അയോധ്യ വിധി വന്നു. അയോധ്യ വിധി സുപ്രീം കോടതി മതപരമായ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അയോധ്യ രാമജന്മഭൂമിയിൽ ഉണ്ടാക്കുന്ന രാമക്ഷേത്രത്തിൽ നമ്മൾ 2 മുസ്ലിമിനെ എടുക്കണമെന്ന് അവർ പറഞ്ഞു. അപ്പുറത്തുണ്ടാക്കുന്ന പള്ളിയിൽ ഒരു മതത്തിന് വേണ്ടി 2 ഹിന്ദുവിനെ എടുക്കണം. അവർ പറയാതിരുന്നതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം അത് വെറുതെ കൂട്ടിക്കുഴക്കണ്ടെന്നുള്ള നിലക്കാണ്. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത് ഇതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം ഇല്ലാതാക്കി. ഇപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എലക്റ്റഡ് ബോഡിയാണ്. അതിൽ ഒരുപാട് അംഗങ്ങൾ എലക്റ്റഡാണ്. അതായത് മതപണ്ഡിതന്മാരിൽ നിന്ന് ഇലക്ഷൻ നടത്തുന്നു, മുത്തവല്ലികളിൽ നിന്ന് ഇലക്ഷൻ നടത്തുന്നു, എലക്റ്റഡ് ആയിട്ടുള്ള MLA, എലക്റ്റഡ് ആയിട്ടുള്ള MP, അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ അതിൽ സ്ത്രീകളുണ്ട്. അതിനിപ്പോൾ അതില്ലാതെ കേരളത്തിലെ വഖഫ് ബോർഡ് സ്ത്രീകളില്ലാന്ന് പറഞ്ഞു. കേരളത്തിലെ വഖഫ് ബോർഡിൽ 2 സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൻ്റെ ജനാധിപത്യ രീതി ഉണ്ടെന്ന് 2 സ്ത്രീകളുണ്ട്. ഞാൻ നെറ്റ് നോക്കിയിട്ട് കണ്ടതല്ല ഉണ്ടെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ഇത് ഫെഡറലിസ്റ്റിനെതിരാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു നോമിനേറ്റഡ് ബോഡി അങ്ങോട്ട് വരെയാണ്. ആ നോമിനേറ്റഡ് ബോഡിക്ക് എല്ലാ പവറും കൊടുക്കുകയാണ്. എന്നിട്ട് ആ നോമിനേറ്റഡ് ബോഡീനെ നിശ്ചയിക്കുന്ന ഗവൺമെൻറ്, നിശ്ചയിക്കുന്ന കളക്ടർ, മനസ്സിലല്ലേ? ആ കളക്ടർ ഇതിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രശ്നമെന്ന്. നാലാമത്തെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന മാതിരി, അത് ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഇത് ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന, പിന്നെ എനിക്കിപ്പോൾ തോന്നുന്ന വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുസ്ലിം നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് BJP ആണ്, ഹിന്ദുത്വ ശക്തികളാണ്. അവരിപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ കാര്യം നോക്കുന്നു, മുസ്ലിം വഖഫ് ബോർഡ് നന്നാക്കാൻ നടക്കുന്നു, മുസ്ലിമുകളുടെ എന്താണ് പറയുക ഒരു സിവിൽ കോഡ് ഉണ്ടാക്കാൻ നോക്കുന്നു. പക്ഷേ അതേസമയം മറ്റുള്ള മതങ്ങളിലുള്ള ഇതിനൊന്നും അവരതിൽ ഇടപെടുന്നില്ല. പിന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അയോധ്യയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇതേ മതത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം സിഖ് മതം ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് സിഖ് മഹന്തുകളാണ് ഭരിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സ്വല്പം മുമ്പ് അതിനുശേഷം ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ സുവർണ ക്ഷേത്രം അടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളും. അതിൽ വെറും സിഖുകാർ മാത്രമേ ഉള്ളൂ, അതിൽ ഹിന്ദുക്കൾ പോലും ഇല്ല. അങ്ങനെ അവർക്ക് പറയാമല്ലോ, ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് 2 ഹിന്ദുവിനായി ഉൾപ്പെടുത്തുന്നു പറഞ്ഞിട്ട്. അപ്പം നമുക്കിത് ഉൾപ്പെടുത്താം. അതിന് ഞാനെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു സെക്കുലറായിട്ടുള്ള. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും അധികം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കണ്ടമാനം സ്വത്തുക്കളുണ്ട്, ഇന്ത്യയിലെ 3ാമത് ഭൂമിയുള്ളതിരിക്കുകയാണ്. അത് തെറ്റാണ്. ഈ വഖഫ് ബോർഡിനല്ല ഭൂമി. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. MESന് ഒരാൾ ഒരു ഭൂമി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് MES ആണ് അത് പിന്നെ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓവർസീ എന്ന് മാത്രമുള്ള വഖഫ് ബോർഡ്. അപ്പോൾ അതിൽ ലാഭകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. അതേസമയം നമ്മൾ യത്തീംഖാന നടത്തുകയാണെങ്കിൽ അതിന് ലാഭമില്ല, അപ്പോൾ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഒരു 7.5% ഇവർക്ക് കിട്ടും. അങ്ങനെ 7.5% കിട്ടുന്നു. ആ 7.5% കിട്ടുന്നതിൽ തിരിമറി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കാര്യപ്പെട്ട. ഞാനും അതിനോട് ഒരു യോജിപ്പുള്ള ആളാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത്രയൊന്നും കാണിക്കൂല, വരുമാനം 0 കാണിച്ചുകൊണ്ട് അത് ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണവരും വഖഫ് ബോർഡും കൂടെ തമ്മിൽ നടത്തുന്നതൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം മുസ്ലിമുകൾ അവരുടെ സമുദായത്തിൻ്റെ അവരുടെ മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ നടത്തുന്നതാണ്. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വഖഫ് ബോർഡ്. സെൻട്രൽ വഖഫ് കൗൺസിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അല്ലെങ്കിൽ അതിൽ ഇലക്ഷൻ നടത്തുമോ, അതിൽ MP ഉണ്ടാവുമോ, അതിൽ MLA ഉണ്ടാവുമോ, അതിൽ കമ്മീഷണറായി വരുമോ? അപ്പോൾ അവർ വരുന്നതിൽ നമുക്ക് കുഴപ്പമില്ല. ഇതങ്ങനെയല്ല. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 വനിതകൾ, ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 ഹിന്ദുക്കൾ, ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന പ്രബലമായിട്ടുള്ള മുസ്ലിം സംഘടനകളിൽ നിന്ന് 3 ആൾ. അത് നോമിനേറ്റഡ് ആണ്. ഏതാണ് ഈ പ്രബല മുസ്ലിം സംഘടന? അങ്ങനെ പ്രബല മുസ്ലിം ഓൾ ഇന്ത്യ ഒരു മുസ്ലിം സംഘടന ഉണ്ടെങ്കിൽ സ്മൃതി എന്നോട് പറഞ്ഞുതരൂ, ഏതാണ് ആ ഓൾ ഇന്ത്യ മുസ്ലിം സംഘടന? അപ്പോൾ ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളാണ് ഏറ്റവും പ്രബലരായിട്ട്. പക്ഷേ ഞങ്ങൾ ഓൾ ഇന്ത്യ ബോഡിയിട്ട് നമ്മളെ കൂട്ടാൻ പറ്റൂല. രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ലീഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുമാതിരിയുള്ള പല സംഘടന, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവും. പക്ഷെ അവരെല്ലാം പ്രബലർ എന്ന് പറഞ്ഞത് അത്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇതിനെ മൊത്തം ഒരു നോമിനേറ്റഡ് ബോഡിയാക്കി മാറ്റുക എന്നുള്ളതിനോടാണ് നമുക്ക് എതിർപ്പുള്ളത്.
മറ്റുള്ള അഴിമതിയോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേ അമെൻമെൻറ്റുകൾ വന്നപ്പോൾ ബോർഡിന് കൂടുതൽ പവർ കൊടുത്തിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് പുനഃപരിശോധിക്കാം. അതിനകത്ത് ഏതായാലും കിരൺ റിജ്ജു, ഞാൻ അന്നത്തെ ആ കംപ്ലീറ്റ് ഡിസ്കഷൻ കേട്ട് കിരൺ റിജ്ജു പറഞ്ഞിരിക്കുന്ന വളരെ സംഭവമാണ്. അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടട്ടെ. പാർലമെന്ററി പ്രതിപക്ഷത്തിന്റെ ഉറച്ച നിലപാട് കൊണ്ടും അതിശക്തമായ പ്രതികരണം വന്നുകൊണ്ടും കൂടിയാണല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.